ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മിന്നും ജയം നേടിയെങ്കിലും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുന്നു. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കത്തിലേക്ക് ബി.ജെ.പി. കടന്നെങ്കിലും മുഖ്യമന്ത്രി ആരെന്ന് ഇതുവരെ നേതൃത്വം വെളിപ്പെടുത്തിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, 27 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഭരണത്തിലെത്തിയ ബി.ജെ.പി. മിന്നും വിജയം നേടിയെങ്കിലും മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിരവധി പേരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ആർക്കാണ് മുഖ്യമന്ത്രി പദം കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് 2 ദിവസം പിന്നിടുമ്പോഴും ആരാണ് ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. നേതൃത്വം പല കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്, പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിനപ്പുറം ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത വരുത്താൻ കേന്ദ്ര നേതൃത്വം തയ്യാറായിട്ടില്ല. എന്തായാലും അമിത്ഷയും അതേപോലെ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയും അതേപോലെ പ്രധാനമന്ത്രിയും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. മൂന്ന് പേരുടെ പേരുകളാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞ് അവിടുത്തെ നിയമസഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വിജേന്ദ്ര ഗുപ്തയുടെ തന്നെയാണ്. കാരണം 2015-ലും അതായത് 2020-ലും പാർട്ടിയുടെ മോശം പ്രകടനം നടത്തിയ കാലഘട്ടത്തിൽ ബി.ജെ.പിനെ നയിച്ച ആളാണ്. കഴിഞ്ഞ നിയമസഭയുടെ കാലാവധിയിൽ അദ്ദേഹം അവിടുത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയുടെ പേരും കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരിഗണനയിലുണ്ട്. അതേപോലെ തന്നെ പൂർവാഞ്ചലിൽ നിന്നുള്ള എം പിയായ മനോജ് തിവാരിയുടെ പേരും നേതൃത്വത്തിൻ്റെ സജീവ പരിഗണനയിലുണ്ട്. അതായത് ഈ വർഷം അവസാനം ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇദ്ദേഹം ബീഹാറിൽ നിന്നുള്ള ആളാണ്. ബീഹാറിൽ നിന്ന് ഡൽഹിയിലേക്ക് കുടിയേറിയ ആളാണ്. അതേപോലെ ചലച്ചിത്ര താരവും സംഗീതജ്ഞനുമൊക്കെയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരും പരിഗണനയിലുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അവിടെ നിന്നുള്ള വോട്ടുകൾ സമാഹരിക്കാൻ, പൂർവാഞ്ചലിൽ നിന്നുള്ള വോട്ടുകൾ അടക്കം സമാഹരിക്കാൻ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയായാൽ സാധിക്കുമെന്നാണ് കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇങ്ങനെ പല പേരുകളും ചർച്ചയിലുണ്ടെങ്കിലും എന്നാണ് സത്യപ്രതിജ്ഞ എന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാവുക.